2 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക്. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായും വോട്ടെടുപ്പ്. ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 10 വർഷത്തിന് ശേഷം. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല. കൊൽക്കത്ത യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് കോടതി. ഡോക്ടർമാർക്ക് ഭയമില്ലാതെ എങ്ങനെ ജോലിയെടുക്കാനാകുമെന്നും ചോദ്യം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ രാജ്യവ്യാപക പ്രതിഷേധം നാളെ. കർണാടകയിലെ ഷിരൂരിൽ അർജുനായുള്ള ദൌത്യം പ്രതിസന്ധിയിൽ. ഡ്രഡ്ജർ എത്തിക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് കാർവാർ MLA. ദൌത്യം നിർത്തില്ലെന്ന് സതീഷ് കൃഷ്ണസേൽ. കനത്ത മഴയെ തുടർന്ന് ഇന്നത്തെ തിരച്ചിൽ നിർത്തി. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങി മലയാളം. ആട്ടം മികച്ച ചിത്രം, മികച്ച തിരക്കഥ, ചിത്ര സംയോജന പുരസ്കാരങ്ങളും ആട്ടത്തിന്. മാളികപ്പുറത്തിലെ പ്രകടനത്തിലൂടെ ശ്രീപദ് മികച്ച ബാലതാരം. സൗദി വെള്ളയ്ക്ക മികച്ച മലയാള സിനിമ. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടൻ. മികച്ച നടി നിത്യ മേനോൻ. മികച്ച നടി 2 ആളുകളാണ്. ഒന്ന് ഉർവശി, 2 ബീന ആർ ചന്ദ്രൻ. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ആടുജീവിതം. മികച്ച നടനും സംവിധായകനുമടക്കം 9 പുരസ്കാരങ്ങൾ. മികച്ച നടൻ പൃഥ്വിരാജ്. ആടുജീവിതത്തിലൂടെ ബ്ലസ്സി മികച്ച സംവിധായകൻ. അവലംബിത തിരക്കഥ, ഛായാഗ്രഹണം അടക്കമുള്ള പുരസ്കാരങ്ങളും സ്വന്തമാക്കി. മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട് ഉർവശിയും ബീന ആർ ചന്ദ്രനും. കാതൽ ദിക്കോർ മികച്ച ചിത്രം. ഇരട്ട മികച്ച 2ാമത്തെ ചിത്രം. വിജയരാഘവൻ മികച്ച സ്വഭാവ നടൻ. കണ്ണൂരിൽ ഭാര്യയും അമ്മയും യുവാവ് വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് ചെറുവോട്ട് സ്വദേശികളായ സൽമയും അമ്മ അലീമയും. പ്രതി ഷാഹുൽ കസ്റ്റഡിയിൽ. ആക്രമണം ചെറുക്കുന്നതിനിടെ സൽമയുടെ മകനും പരിക്കേറ്റു.